വെക്കേണ്ടത് ഹിജാബിനായി SDPI രംഗത്ത് വന്നിരിക്കുന്നു എന്നുള്ളതാണ്. അതായത് ഹിജാബ് ധരിക്കുവാനുള്ള അധികാരം, അവകാശം എന്നത് ഉറപ്പു നൽകണം സംസ്ഥാന സർക്കാർ എന്ന ആവശ്യമാണ്. വിദ്യാഭ്യാസ വകുപ്പ് ഇതൊരു സർക്കുലറായി പുറത്തിറക്കണം എന്നുള്ളതാണ്. എയ്ഡഡ് അൺഎയ്ഡഡ് സ്കൂളുകളിൽ ഇത്തരത്തിൽ ഹിജാബ് ധരിച്ച് വിദ്യാർത്ഥികൾക്ക് പ്രവേശനം നൽകണം എന്നുള്ളതാണ്. മന്ത്രിയുടെ നിലപാട് സർക്കുലറായി പുറത്ത് ഇറക്കണം എന്ന് പറയുന്നു. സ്ഥാപന നിയമാവലി ഭരണഘടന ഉറപ്പു നൽകുന്നുണ്ട്. അത് ഭരണഘടനയ്ക്ക് മുകളിൽ അല്ല എന്നതുകൂടിയാണ് ഇപ്പോൾ വ്യക്തമാക്കുന്നത്. സജിത്ത് ചേരുന്നുണ്ട് വാർത്തയുടെ വിശദാംശങ്ങളുമായി. സജിത്ത്, ഇത് തന്നെയാണ് നമ്മൾ അല്പസമയം മുമ്പ് സൂചിപ്പിച്ചത്. അതായത് ഈ സ്കൂളിലെ ഒരു കുട്ടിയെ മുന്നിൽ നിർത്തുമ്പോൾ, അതല്ല എങ്കിൽ അവരുടെ രക്ഷിതാക്കളെ മുന്നിൽ നിർത്തുമ്പോൾ ഇതിനെ അങ്ങനെ ഒരു ചെറിയ വിഷയമായി കാണേണ്ടതില്ല. ഇതൊരു വലിയ അജണ്ടയുടെ ഭാഗമായി അങ്ങനെ ഒരു ആവശ്യം മുന്നോട്ട് വെക്കുക, അതിന് കളമൊരുക്കുക എന്നത് തന്നെയല്ലേ ഇപ്പോൾ നമുക്ക് വ്യക്തമാകുന്നത്. അതായത് ഹിജാബ് ധരിച്ചുകൊണ്ട് ഏത് എയ്ഡഡ് അൺഎയ്ഡഡ് സ്കൂളുകളിലും കുട്ടികൾക്ക് പഠിക്കാൻ പറ്റണം, അത് ആരുടെ മാനേജ്മെന്റിന് കീഴിലാണ് എങ്കിലും എന്ന നിലയിലേക്കുള്ള ഒരു ആവശ്യം SDPI മുന്നോട്ട് വെക്കുകയാണ്. സജിത്ത്, കേൾക്കാമെങ്കിൽ SDPI ഇപ്പോൾ ഹിജാബിനായി വാദമുന്നയിക്കുന്നു. എയ്ഡഡ് അൺഎയ്ഡഡ് സ്കൂളുകൾക്ക് സർക്കാർ നിർദ്ദേശം നൽകണമെന്നാണ് ഇപ്പോൾ SDPIയുടെ ആവശ്യം. മന്ത്രിയുടെ നിലപാട് സർക്കുലറായി പുറത്ത് ഇറക്കണമെന്ന് SDPI ആവശ്യപ്പെടുമ്പോൾ സജിത്ത്, ഇത് തന്നെയായിരുന്നു പൊതുവിൽ വിലയിരുത്തപ്പെട്ടത്. അതായത് ഈ സ്കൂളിലെ പള്ളുരുത്തിയിലെ ഒരു സ്കൂളിൽ ഹിജാബ് ധരിക്കണമെന്ന കുട്ടിയുടെ ആവശ്യം എന്നത് ആ കുടുംബത്തിന്റെ ആവശ്യമായി അല്ല പൊതുവെ വിലയിരുത്തപ്പെട്ടത്. ആ കുടുംബത്തിന് പിന്നിൽ ആരൊക്കെയോ ഉണ്ട് എന്ന് ഇന്നുകൂടി PTA പ്രസിഡന്റ് പ്രതികരിച്ച പശ്ചാത്തലമുണ്ട്. ഇതിലൂടെ ഒരു അജണ്ട സെറ്റ് ചെയ്യുകയും അങ്ങനെ ഒരു അജണ്ട മുന്നിലേക്ക് വെക്കുകയും ചെയ്യുക എന്നതായിരുന്നു ആ താല്പര്യമെന്ന് പൊതുവെ വിലയിരുത്തപ്പെട്ടിരുന്നു. അത് തന്നെയല്ലേ ഇപ്പോൾ വ്യക്തമാകുന്നത് സജിത്ത്? അഭിലാഷ്, അതുതന്നെയാണ് പച്ചവെള്ളത്തിന് തീ പിടിക്കുക എന്നൊരു പ്രയോഗം നമ്മൾ പറയാറുണ്ട്. അതായത് ഇത്തരം വിഷയങ്ങളെ, സങ്കീർണമായ വിഷയങ്ങളെ അതീവ ജാഗ്രതയോടെ കൈകാര്യം ചെയ്യേണ്ട ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. നമ്മളെ ഭയപ്പെടുന്ന തരത്തിലേക്ക് ഈ വിഷയം മാറുകയാണോ എന്ന് പോലും ആണ് ഇപ്പോഴത്തെ സാഹചര്യങ്ങൾ. കാരണം SDPI മുന്നോട്ട് വെച്ചിരിക്കുന്ന ആവശ്യം അത് തീവ്രമാണ്. കാരണം സംസ്ഥാനത്തെ എല്ലാ എയ്ഡഡ് അൺഎയ്ഡഡ് സ്ഥാപനങ്ങളിലും ഹിജാബ് അനുവദിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് സർക്കുലർ ഇറക്കണം എന്നാണ് അവരുടെ ആവശ്യം. അതായത് ഈ ശിരോവസ്ത്ര അനുവദിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് സർക്കുലർ ഇറക്കണമെന്നാണ് ആവശ്യം. ഇവർ ആയുധമാക്കുന്നത് ഇന്നലത്തെ വിദ്യാഭ്യാസ മന്ത്രിയുടെ വാർത്താക്കുറിപ്പാണ്. അതിൽ അദ്ദേഹം പറയുന്ന കാര്യങ്ങൾ, സർക്കാരിൻ്റെ നിലപാട് അത് സ്വാഗതാർഹമാണെന്ന് പറയുന്ന SDPI ഇത് സംസ്ഥാനത്തെ എല്ലാ സ്കൂളുകളിലും ബാധകമാക്കണമെന്ന ആവശ്യം മുന്നോട്ട് വെക്കുകയാണ്. ഇതൊരു സർക്കുലറായി ഇറക്കണം എന്ന് SDPI ആവശ്യപ്പെട്ടാൽ അതുണ്ടാക്കുന്ന പ്രശ്നങ്ങൾ ചെറുതല്ല. നമുക്കറിയാം, വലിയ ഏറ്റുമുട്ടലിലേക്ക് ഈ വിഷയം പോവുകയും ചെയ്യും. ഈ വിഷയം ശക്തമായി ഉന്നയിച്ച് മുന്നോട്ട് വരാനാണ് SDPIയുടെ നീക്കമെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അല്പസമയത്തിനുള്ളിൽ തിരുവനന്തപുരത്ത് SDPI നേതാക്കൾ മാധ്യമങ്ങളെ കണ്ട് ഈ വിഷയം ഒന്നുകൂടി പരസ്യമാക്കാൻ പോവുകയാണ്. അങ്ങനെയെങ്കിൽ ഈ ഏറ്റുമുട്ടൽ ഒരു പുതിയ തലത്തിലേക്ക് തന്നെ കടക്കാനുള്ള സാധ്യതയുണ്ടോ? അങ്ങനെയെങ്കിൽ മന്ത്രി അടക്കം അതീവ ജാഗ്രതമായി ഈ വിഷയത്തെ കൈകാര്യം ചെയ്യേണ്ടി വരും എന്ന ഓർമ്മപ്പെടുത്തൽ കൂടിയാണ് നമുക്ക് മുന്നിൽ ഉണ്ടാവുന്നത്. പള്ളുരുത്തി സ്കൂളിലെ ഈ സംഭവം പുതിയ തലങ്ങളിലേക്ക്, ഏറ്റുമുട്ടലുകളിലേക്ക്, വർഗീയ ശക്തികളുടെ, സമ്മർദ്ദ ശക്തികളുടെ, രാഷ്ട്രീയ താല്പര്യമുള്ളവരുടെ സമ്മർദ്ദങ്ങൾക്ക് വഴങ്ങി അല്ലെങ്കിൽ അവരുടെ താല്പര്യത്തിനനുസരിച്ച് ഈ വിഷയം വഴിമാറിപ്പോകുമോ എന്ന വളരെ ഭയപ്പെടുത്തുന്ന ഒരു വിഷയം കൂടിയായി മാറുകയാണ്. സംസ്ഥാനത്തെ എല്ലാ എയ്ഡഡ് അൺഎയ്ഡഡ് സ്ഥാപനങ്ങളിലും ഇതാവശ്യപ്പെടുന്ന SDPIയുടെ നിലപാട് സ്വാഭാവികമായും തുടർ പ്രതികരണങ്ങൾക്ക് ഇടവെക്കുന്നതാണ്, വലിയ ഏറ്റുമുട്ടലുകൾക്കും ഇടവെക്കുന്നതാണ്. ഇത് തന്നെയാണ് ഒരുപക്ഷെ ഇന്ന് ദീപികയുടെ മുഖപ്രസംഗത്തിലടക്കം ഉന്നയിക്കുന്ന വലിയ വിമർശനം. അതായത് കോളേജുകളിൽ നിസ്കാരമുറി വേണം എന്ന് ക്രിസ്ത്യൻ മാനേജ്മെന്റ് കോളേജുകളിൽ ആവശ്യപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അന്ന് മുസ്ലിം സംഘടനകൾ തന്നെയാണ് അത് തിരുത്തിയത്. ഇതിലും തിരുത്തൽ ആവശ്യമാണ് എന്ന് പറയുമ്പോൾ ഇത് സജിത്ത്, ഒരുപക്ഷെ ഇതൊരു വിഭാഗത്തിന്റെ പൂർണ്ണമായ ആവശ്യമായി നമുക്ക് കാണാൻ സാധിക്കില്ല. സജിത്ത് സൂചിപ്പിച്ചതുപോലെ ചില അവസരങ്ങളെ കൃത്യമായി പ്രയോജനപ്പെടുത്തുക, അവിടേക്ക് മതത്തെയും കുത്തിനിറയ്ക്കുക, അത്തരം ചില അജണ്ടകളുണ്ട്. ഇപ്പോൾ ഈ ഹിജാബ് പോലും മലയാളികൾ ഈ മതത്തിന്റെ പേരിലുള്ള ഈ വസ്ത്രധാരണത്തെ സ്വീകരിച്ചു തുടങ്ങിയിട്ട് എത്ര കാലമായി എന്ന് ചോദിക്കുന്ന മുസ്ലിം മതവിഭാഗത്തിൽപ്പെട്ട ആളുകളുണ്ട്. ഇതൊക്കെ മലയാളികൾ പണ്ട് ധരിച്ചിരുന്ന വസ്ത്രമായിരുന്നോ, അതുകൊണ്ട് അവർ അമുസ്ലിങ്ങളായിരുന്നോ, അല്ലെങ്കിൽ മുസ്ലിം സമുദായത്തിൽപ്പെട്ടവരുടെ നിർബന്ധിതമായ ഒരു വസ്ത്രമാണോ ഇത് എന്നൊക്കെ ഈ സമുദായത്തിൽ നിന്ന് തന്നെ ചോദിക്കുന്നവരുണ്ട്. പക്ഷേ അവിടെയാണല്ലോ സജിത്ത് ഇതൊക്കെ നിർബന്ധമാക്കണം, ഉത്തരവായി പുറത്തിറക്കണമെന്ന ആവശ്യം ഉന്നയിക്കുമ്പോൾ അത് കൃത്യമായി അജണ്ടയാണ്. അതൊരു തരത്തിൽ വളരെ കൃത്യമായ മതത്തിന്റെ പേരിലുള്ള തീവ്രമായ നിലപാട് അടിച്ചേൽപ്പിക്കലായി അത് മാറുകയല്ലേ സജിത്ത്?
തീർച്ചയായിട്ടും മാറുകയാണ്. അതിന് വഴിവെക്കുന്നതോ വിദ്യാഭ്യാസ മന്ത്രിയുടെ പ്രസ്താവനയാണ് എന്നത് കൂടിയാണ് മറ്റൊരു വസ്തുത. കാരണം ഇന്നലെ വിദ്യാഭ്യാസ മന്ത്രി പറഞ്ഞ കാര്യങ്ങളെ കോട്ട് ചെയ്തുകൊണ്ടാണ് SDPIയുടെ നീക്കമെന്നതാണ് ശ്രദ്ധേയമായ കാര്യം. കുട്ടിക്ക് ശിരോവസ്ത്രം ധരിക്കാനുള്ള അവകാശം ഭരണഘടനാപരമാണ് എന്നതാണ് ഇന്നലെ മന്ത്രി അദ്ദേഹത്തിൻ്റെ വാർത്താക്കുറിപ്പിൽ പറഞ്ഞത്. അത് ഭരണഘടനാപരമാണെങ്കിൽ ആ ഭരണഘടനാ അവകാശം സംരക്ഷിക്കാൻ എല്ലാ സ്കൂളുകളിലും ഇത് സംബന്ധിച്ച് സർക്കുലർ കൈമാറണമെന്ന് SDPI ആവശ്യപ്പെടുന്നു എന്നതാണ് സാഹചര്യം. അതായത് മന്ത്രിയുടെ ആ വാക്കിനെ കോട്ട് ചെയ്തുകൊണ്ട് തന്നെയാണ് ഇവരുടെ നീക്കം എന്നതാണ് ശ്രദ്ധേയമായ കാര്യം. ഇത് സ്വാഭാവികമായും സർക്കാർ ഈ വിഷയത്തിൽ കൂടുതൽ വിശദീകരണം നടത്തേണ്ടി വരുമെന്നതാണ് വസ്തുത. കാരണം മന്ത്രി ഇന്നലെ പറഞ്ഞ കാര്യങ്ങളിൽ രാവിലെ ഇന്ന് വീണ്ടും പറയുമ്പോൾ ചില തിരുത്തലുകൾ വരുത്തിയിട്ടുണ്ട്. പക്ഷേ അതിനപ്പുറം കൂടുതൽ വ്യക്തത സർക്കാരിന് ഇക്കാര്യത്തിൽ വരുത്തേണ്ടി വരും. അതല്ലെങ്കിൽ വർഗീയ ശക്തികളുടെ വലിയ വലിയ താല്പര്യങ്ങൾക്ക് ഈ വിഷയം വഴിമാറിപ്പോവുകയും ഏറ്റുമുട്ടലുകൾക്കും പുതിയ സ്പർദ്ധകളിലേക്കുമൊക്കെ വഴിമാറുന്ന സാഹചര്യം ഉണ്ടാവും. അതുകൊണ്ട് അതീവ ജാഗ്രതയോടെ ഈ വിഷയം കൈകാര്യം ചെയ്യേണ്ടി വരുമെന്നതാണ് വസ്തുത. ഈ വിഷയത്തിൽ നിലവിൽ ഹൈക്കോടതിയുടെ വിധി അത്തരം നിയമ സാഹചര്യങ്ങൾ പറഞ്ഞു വേണമെങ്കിൽ സർക്കാരിന് നിലപാടെടുത്ത് മുന്നോട്ട് പോകാമായിരുന്നതായിരുന്നു. പക്ഷേ അതിനപ്പുറം മന്ത്രി എടുത്ത ചില പ്രസ്താവനയിലെ പരാമർശങ്ങൾ അത് ആണിപ്പോൾ SDPI ആയുധമാക്കുന്നതെന്ന് വേണം നമുക്ക് മനസ്സിലാക്കാം. യെസ്, ഒരു പക്ഷേ ഈ സാഹചര്യം തന്നെയാണ് കഴിഞ്ഞ മണിക്കൂറുകളിൽ നമ്മൾ തുടർച്ചയായി റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരുന്നത്. ഏറെ അവധാനതയോടുകൂടി സസൂക്ഷ്മം നിരീക്ഷിച്ചുകൊണ്ട് പ്രതികരിക്കേണ്ട ഒരു വിഷയമായിരുന്നു. മാത്രവുമല്ല, ഈ വിഷയത്തിൽ ഈ പെൺകുട്ടിയുടെ കുടുംബം വളരെ കൃത്യമായി ചാനലുകളോട് പ്രതികരിച്ചു കഴിഞ്ഞതാണ്. ഇനി ഇതിൽ ഒരു ചർച്ചയുടെ ആവശ്യമില്ല. ഇത്തരം സാഹചര്യങ്ങളെ ആ നിലയിലാണ് കേരളം എപ്പോഴും നേരിട്ടിട്ടുള്ളത്. ആ വിഷയങ്ങളെ അടഞ്ഞ അധ്യായമാക്കി മാറ്റിയിട്ടുള്ളത്. പക്ഷേ അതിനിടയിലായിരുന്നു വളരെ കൃത്യമായ ഒരു നിർദ്ദേശം വിദ്യാഭ്യാസ വകുപ്പിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാവുകയും ചെയ്തത്. അത് ഹൈക്കോടതി ഉത്തരവിനെ മറികടക്കുന്ന ഒന്ന് എന്ന് പൊതുവെ നിയമവിദഗ്ധരും അഭിപ്രായപ്പെടുന്ന സാഹചര്യമുണ്ട്. വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവരുടെ നിയമാവലികളുമായി മുന്നോട്ട് പോകാൻ മാനേജ്മെന്റിന് അധികാരമുണ്ട് എന്ന് 2018 തന്നെ കോടതി വ്യക്തമാക്കിയതാണ്. അതുപ്രകാരം ഇത്തരം മതപരമായ ചിഹ്നങ്ങൾ, മതപരമായ വസ്ത്രധാരണമൊക്കെ നടത്തേണ്ടവർക്ക് അത്തരം സ്ഥാപനങ്ങൾ തിരഞ്ഞെടുക്കാം. അവിടേക്ക് പോകാനാണ് ഈ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ അനുമതി നൽകേണ്ടത്. അതായത് TC നൽകാൻ അനുവദിക്കണം എന്നുവരെ കോടതി വ്യക്തമാക്കിയ ഒരു ചരിത്രം ആണ് കോടതി വിധിയിലുള്ളത്. അതിൽ നിന്ന് വ്യത്യസ്തമായ ഒരു കോടതി വിധി ഇതുവരെയും നിലവിലില്ല. അപ്പോഴാണ് ഈ ഉത്തരവ് വലിയ തോതിൽ ചർച്ച ചെയ്യപ്പെടുന്ന സാഹചര്യം ഉണ്ടായത്. അതിനെ മത തീവ്ര ശക്തികൾ ദുരുപയോഗം ചെയ്യുവാനുള്ള സാധ്യതയുണ്ട് എന്നത് ആ ഘട്ടത്തിൽ തന്നെ വ്യക്തമായിരുന്നു. ഇപ്പോഴിതാ ഹിജാബ് എന്നത് നിർബന്ധം ആക്കിക്കൊണ്ടുള്ള, അല്ലെങ്കിൽ അത് ധരിക്കണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് നിർബന്ധമായും അത് ധരിക്കാനുള്ള അവകാശം നൽകണമെന്ന സർക്കുലർ പുറത്തിറക്കണം സർക്കാർ എന്ന ആവശ്യമാണ്. സ്ഥാപന നിയമാവലി ഭരണഘടനയ്ക്ക് മുകളിലല്ല എന്ന് പറയുമ്പോൾ ഭരണഘടന ഉറപ്പു നൽകുന്ന മതസ്വാതന്ത്ര്യവും വസ്ത്രസ്വാതന്ത്ര്യവും ഒക്കെ അതെവിടെയും എപ്പോഴും എങ്ങനെയും എന്നുള്ളതല്ല എന്നതാണ് വസ്തുത. നമ്മുടെ സ്വാതന്ത്ര്യത്തിന് കൃത്യമായ അതിർവരമ്പുകൾ ഉണ്ട്. അത് വ്യക്തിപരമായ സ്വാതന്ത്ര്യം തന്നെയാണ്, അതിനപ്പുറത്ത് പൊതുവിടങ്ങളിൽ അല്ല എന്ന് കോടതികൾ പലയാവർത്തി വ്യക്തമാക്കിയിട്ടുള്ളതാണ്. പക്ഷേ അതിൽ നിന്ന് വ്യത്യസ്തമായ ഒരു സമീപനം ഇപ്പോൾ SDPIയുടെ ഭാഗത്ത് നിന്ന് ആവശ്യമായി തന്നെ ഉയർന്നു വരുന്നു എന്നുള്ളതാണ്. സജിത്ത്, ഇതിൽ മറ്റൊരു അപകടം എന്നത് എല്ലാ മതവിഭാഗങ്ങൾക്കും അവരുടേതായ ഇത്തരം അവകാശവാദങ്ങൾ ഉന്നയിക്കാൻ സാധിക്കും. ഈ സൂചിപ്പിക്കുന്നത് പോലെ ഇപ്പോൾ ഹിജാബ് നിർബന്ധമാക്കണമെന്ന് SDPI പറയുമ്പോൾ കേരളത്തിലെ ഒരു 10-30 വർഷങ്ങൾക്ക് മുമ്പുള്ള സ്കൂളുകൾ പരിശോധിച്ചാൽ അവിടെയൊന്നും കുട്ടികൾ ഇങ്ങനെയുള്ള വസ്ത്രം ധരിച്ചുകൊണ്ടായിരുന്നില്ല വന്നത്. ഏത് സമുദായത്തിൽപ്പെട്ടവനാണെങ്കിലും വസ്ത്രം പോലും വളരെ ബുദ്ധിമുട്ടിച്ച് ആണ് ധരിച്ചിരുന്നത്. അതായത് കാലാവസ്ഥയെ പ്രതിരോധിക്കുന്നതിന് വേണ്ടിയുള്ള വസ്ത്രം പോലും ധരിക്കാൻ നമുക്ക് ശേഷിയുണ്ടായിരുന്ന ഒരു ഇന്നലകളായിരുന്നില്ല. അപ്പോൾ ഇതൊക്കെ ഓരോ കാലഘട്ടത്തിൽ രൂപീകരിക്കപ്പെടുന്ന മതസാമുദായിക സംഘടനകളുടെ ഇഷ്ടാനുസരണം മാറുന്ന രീതികൾ മാത്രമാണ്. ഇതിനൊന്നും ലിഖിതമായ നിയമങ്ങളുണ്ട് എന്നൊന്നും പറയാൻ സാധിക്കില്ല. അപ്പോൾ ഇത് ഏത് മതസാമുദായിക സംഘടനകൾക്കും നാളെ അവകാശവാദമായി ഉന്നയിക്കാവുന്നതല്ലേ? അങ്ങനെ എങ്കിൽ അതിനെല്ലാം സർക്കാർ കീഴ്പ്പെട്ടു പോകേണ്ട സാഹചര്യം ഉണ്ടാകുന്നുവെങ്കിൽ അത് വലിയ പ്രത്യാഘാതം കൂടിയല്ലേ സജിത്ത് സൃഷ്ടിക്കുക? ഒരു തർക്കവുമില്ല, അക്കാര്യത്തിൽ അത്തരം വിഷയങ്ങൾ ഉണ്ടാവും. നോക്കൂ അഭിലാഷ്, കേരളത്തിൻ്റെ സാഹചര്യം സർക്കാർ സ്കൂളുകളുണ്ട്, വിവിധ മതസ്ഥാപനങ്ങൾ നേതൃത്വം നൽകുന്ന സ്കൂളുകളുണ്ട്, സമുദായ സംഘടനകൾ നേതൃത്വം നൽകുന്ന സ്കൂളുകളുണ്ട്. ഈ സ്കൂളുകളിലൊന്നും പഠിക്കുന്നത് അതേ സമുദായത്തിൻ്റെയോ അതേ മതത്തിൻ്റെയോ ആളുകൾ മാത്രമല്ല, എത്ര സമ്മിശ്രമായി വിവിധ ജാതി മത വിഭാഗത്തിലുള്ള കുട്ടികൾ ഒന്നിച്ച് ഒരു ക്ലാസ് റൂമിലിരുന്ന് കൂട്ടുകാരായി ഒന്നിച്ച് പഠിച്ചിറങ്ങുന്ന രീതിയാണ് നമ്മുടേത്. കാലങ്ങളായി നമ്മൾ കണ്ടുവരുന്ന രീതിയും അതാണ്. പക്ഷേ ഈ മതചിഹ്നങ്ങൾ അടിച്ചേൽപ്പിക്കുമ്പോൾ സ്വാഭാവികമായി അവിടെ ഉണ്ടാവുന്ന പ്രശ്നങ്ങൾ മറ്റൊന്നാണ്. മാത്രമല്ല നമ്മൾ കണ്ടിട്ടുള്ളതാണ്, ഒരേ ക്ലാസ്
ക്ലാസ്സിൽ ശിരോവസ്ത്രം ഇട്ടുവരുന്ന കുട്ടിയുണ്ട്, അല്ലാത്ത കുട്ടിയുണ്ട്. ഇതൊക്കെ ഗവൺമെൻറ് സ്കൂളുകളിലും ഒക്കെ കാണുന്ന കാഴ്ചയാണ്. പക്ഷേ ഇത്തരം കുട്ടികൾക്കൊന്നും അന്നില്ലാത്ത ഒരു വേർതിരിവ് ഇത്തരം ചർച്ച അതിന് വഴിവെക്കുന്നു എന്നതാണ് സങ്കീർണമായ സാഹചര്യം. ഇതൊരു അവസരമായി ഏറ്റെടുക്കുന്ന ഒരു വലിയ വിഭാഗമുണ്ട് നമ്മുടെ സമൂഹത്തിൽ. ഇത്തരം സാധ്യതകളെ പ്രയോജനപ്പെടുത്താൻ കാത്തിരിക്കുന്ന വർഗീയ ശക്തികൾക്ക് മേൽ അത്തരമൊരു അവസരം തുറന്നു കൊടുക്കുന്നത് വിവാദമായി ഇത് മാറുന്നു എന്നതാണ് സാഹചര്യം. അവിടെ നമ്മളെപ്പോലെയുള്ള മാധ്യമ സ്ഥാപനങ്ങൾ ഈ വിഷയം തുറന്നു കാട്ടപ്പെടുമ്പോൾ സർക്കാരിനെ പോലെയുള്ളവർ ജാഗ്രത കാട്ടാതെ പോയോ എന്ന വിഷയമുണ്ട്. കാരണം മന്ത്രി ഇന്നലെ നടത്തിയ പ്രസ്താവനയിൽ 2-3 പിഴവുകൾ ചൂണ്ടിക്കാട്ടപ്പെടാം. ഒന്ന്, നിയമപരമായി ആ മാനേജ്മെൻറ്റിന് അധികാരമുണ്ടായിരിക്കെ ഭരണഘടനാപരമായ ബാധ്യതയുള്ള മന്ത്രി അങ്ങനെ ഒരു പ്രസ്താവന നടത്തിയത് ശരിയോ? മാത്രമല്ല, രണ്ടാമത്തെ കാര്യം,